എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ഡിസംബർ 20 വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് LBS ഡിപ്ലോമ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചില കോളേജുകൾ LBS വെബ്സൈറ്റ് വഴി തന്നെ NOC ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഉള്ള വിദ്യാർത്ഥികൾ ആ ഒരു NOC വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ പേരിൻ്റെ ചുരുക്കം കാണാൻ, അത് കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അതായത് NOC ഇഷ്യൂഡ് ബൈ എന്താണ് നിങ്ങളുടെ ആ ഒരു കോളേജിൻ്റെ ആ ഒരു ചുരുക്ക നെയിം, അത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതില്ല. എന്നാൽ അങ്ങനെ ഇല്ലാത്ത വിദ്യാർത്ഥികൾ NOC ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു NOCയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ഒഴിവുള്ള സീറ്റ് ഫില്ല് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു ഏതെങ്കിലും പുതിയ കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജുകൾ ആ ഒരു സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാം. അപ്പോൾ നിങ്ങളോട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലൊന്നും പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് ഇവിടെ നിബന്ധനയിൽ തന്നെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ആവശ്യമുള്ള കോളേജ് മാത്രം ഓപ്ഷൻസ് നൽകുക എന്ന് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിലവിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണ് എങ്കിൽ ആ ഒരു പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിലേക്ക് മാറേണ്ടി വരും. ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. താല്പര്യമില്ലാത്ത കോഴ്സുകളിലേക്ക് ഓപ്ഷൻസ് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് NOCയെ കുറിച്ചുള്ള കാര്യം. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് കോളേജിന് പ്രോബ്ലം ഇല്ല എന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു തരും, അതുപോലെ നിങ്ങൾ കോളേജിൽ അടച്ച പൈസ തിരിച്ചു തരുമെന്ന് നിങ്ങൾക്ക് കോളേജ് നൽകുന്ന ഉറപ്പാണ് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതായത് എതിർപ്പില്ലാ രേഖ എന്ന് പറയാം. ചില കോളേജ് ഇത് നൽകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകിയാലും പരിഗണിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം NOC അലോട്ട്മെൻറ്റ് ലഭിച്ച്, അതായത് ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള സെൽഫ് ഫിനാൻസ് കോളേജിൽ, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു NOC ആവശ്യം. ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ NOCയുടെ ആവശ്യമില്ല. കാരണം ഗവൺമെൻറ് കോളേജാണ്, പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണെങ്കിൽ മാത്രമേ NOCയുടെ ആവശ്യമുള്ളൂ, ഗവൺമെൻറ്റിൽ NOC വേണ്ട. സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളോ, അതുപോലെ ഇതുവരെ ഓപ്ഷൻസ് നൽകാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളോ, അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ എന്നിവർ ഈ ഒരു അതായത് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് സേവ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ കോളേജ് നിങ്ങൾക്കായിട്ട് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ, അതായത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുമ്പോൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ പോകും. മുകളിലായിട്ട് തന്നെ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അഡ്മിഷൻ നേടാത്തതോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരുന്നതോ അല്ലെങ്കിൽ
ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നതോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നതോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് NOC അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. നിങ്ങളുടെ കോളേജ് അവിടെ NOC ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ ആ ഒരു ചുരുക്കപ്പേര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ NOC ആ ഒരു രീതിയിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കവിടെ ആ ഒരു NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇനി ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, ഇപ്പോൾ കിട്ടിയുള്ള കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകേണ്ടതില്ല. NOC വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. കാരണം NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ ഓപ്ഷൻ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് പ്രത്യേകിച്ച് പ്രോബ്ലം ഉള്ളത്. NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, കോളേജിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് പ്രോബ്ലം ഇല്ല. NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടതില്ല. ഓപ്ഷൻസ് നൽകിയാൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. അങ്ങനെ പരിഗണിച്ച് മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിലാണ് ആ ഒരു പുതിയ കോളേജിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടി വരിക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് മറ്റെവിടെയും മാറ്റം കിട്ടിയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ആദ്യം കിട്ടിയ സീറ്റിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, NOC വാങ്ങി നിങ്ങൾക്ക് ഈ ഒരു മറ്റൊരു കോളേജ് മാറാൻ താല്പര്യമില്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകേണ്ടതില്ല എന്നാണ്. കാരണം അഥവാ നിങ്ങൾ ഓപ്ഷൻ നൽകി മാറ്റം വരികയും പിന്നീട് ആദ്യത്തെ ആ ഒരു കോളേജ് തന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ മാറാനുള്ള സൗകര്യം ലഭ്യമാവില്ല. പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകിയിട്ട് മാറാൻ പറ്റുമോ എന്ന് പിന്നീട് പരിശോധിക്കാൻ മാത്രമാണ് വഴിയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതില്ല. നിലവിൽ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. NOC വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അതൊരു പ്രോബ്ലമല്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ NOC വേണ്ട. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനും അതുപോലെ തന്നെ NOCയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. പിന്നീട് നിങ്ങളെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതല്ല. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലും ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ആണ് ഇനി ഉണ്ടായിരിക്കുക. അതിനുശേഷം ചില സമയത്ത് മാത്രമേ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും എത്ര സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ ഇത് ആണോ ലാസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, ഇതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് മാത്രമാണ് ഉണ്ടാവുക എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ഇനിയും ഉണ്ടാകും, അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റ് അതിനിടയിലായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കണമെന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. അത് പ്രത്യേകിച്ച് പ്രോബ്ലം ഉള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ താല്പര്യമില്ലാതെ കോളേജോ കോഴ്സോ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുപോലെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കോളേജുകൾ NOC സർട്ടിഫിക്കറ്റ് വീണ്ടും തരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജ് NOC തരാത്ത കോളേജാണെങ്കിൽ പിന്നീട് ആ ഒരു കോളേജിൽ ഒന്നുകിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.